2 ദിവസം കറങ്ങാതെ അപ്പൊ തൊട്ട് ഞാൻ പകർന്നു നിൽക്കുകയായിരുന്നു. ഈ ഫോണ് കേട്ടോ കാണണ്ട ഇത്. അത് കാരണം ഞാൻ ഒന്നും എടുത്തിട്ടില്ല, വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൻ്റെ മുഖചിത്രം കേട്ടോ, ഇത് എൻ്റെ ഫോണിൻ്റെ മുഖചിത്രം കിട്ടാതെ ഞാൻ ബാംഗ്ലൂരാണ്. അത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക്. ബാംഗ്ലൂരാണ് ഞാനിരിക്കണപ്പോൾ. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, സ്ഥലങ്ങൾ കാണാൻ പോയപ്പോൾ ശ്രീകൃഷ്ണ ടെമ്പിൾ കാണാൻ പോയി. അവിടെ പോയിട്ട് അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് മാള് കാണാൻ പോയി. അങ്ങനെ മാളിൽ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്ത് ഇറങ്ങി. എന്നിട്ട് കാറ് വിളിച്ചു, ടാക്സി വിളിച്ച് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ടാക്സി വിളിച്ചു. ആ ടാക്സി കയറി ഇരുന്ന് ഞങ്ങളുടെ എത്തേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നോക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടിയാണ് ഈ ഫോണ് വാങ്ങി കൈ വെച്ചത്. ഇത് എനിക്കും ഓർമ്മയില്ല, അവൾക്കും ഓർമ്മയില്ല. അവളുടെ ഫോണ് താഴെയിട്ടു, എൻ്റെ ഫോണിന് സീറ്റിൽ വിട്ടു. അവസാനം ഈ ഫോണെങ്കിൽ എൻ്റെ ഫോണിന് മറന്നു വെച്ചു. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ സാധനങ്ങൾ ഞാൻ മറന്നിട്ട് ഒരിക്കലും ഞാനൊരു സ്ഥലം വിട്ടിട്ടില്ല. അന്ന് എന്തോ ഞാനിങ്ങനെ മറന്നു. ആ ഡ്രൈവർ ഒരു പന്തിവിട്ട നോട്ടം നോക്കി. കാരണം ബാംഗ്ലൂരിലത്തെ കന്നഡക്കാരല്ലേ, ഈ നോക്കുമ്പോൾ എന്താ നോക്കണം എന്നുള്ളതും കൂടെ അറിയണ്ടേ. എനിക്കതൊരു പന്തികേട്ട നോട്ടം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊരു പന്തികേടുണ്ടെന്ന്. അപ്പോഴാണ് റൂമിൽ വന്നിട്ട് പറയുന്നത്, എൻ്റെ കുട്ടി ചോദിക്കുന്നത്, അമ്മൂമ്മ ഫോണ് ബാഗിലുണ്ടോ നോക്കി വന്നു. അപ്പം ഞാൻ അപ്പം തന്നെ നോക്കിയത് എൻ്റെ ഫോണ് കയ്യിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോളുടെ ബാഗിലുണ്ടാവുന്നു. അപ്പം അവൾ അമ്മയുടെ അടുത്ത് വിളിച്ചു വെച്ചപ്പോൾ അമ്മയുടെ ബാഗിലും ഇല്ല പറഞ്ഞു. ഇവളുടെ ബാഗിലും ഇല്ല, 3 പേരുടെ കയ്യിലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സാധനമില്ലെന്നോ അയാളുടെ നോട്ടം കൂടെ ആയപ്പോൾ എനിക്ക് നല്ല സംശയം തോന്നി. അപ്പോൾ കാറ് വിട്ട് പോവുകയും ചെയ്തു.